2026 കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് തുടർ ഭരണം കിട്ടില്ല എന്ന് ഉറപ്പിക്കുകയാണ് CPI. CPIയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കൃത്യമായ നിരീക്ഷണമാണ് നടന്നിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷത്തിന് 50 മുതൽ 60 സീറ്റ് വരെ ലഭ്യമാകും, പരമാവധി 65ലേക്ക് പോകും, എന്നാൽ പോലും 70 കടക്കാൻ സാധ്യതയില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരവധിയായ സാഹചര്യങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി. ഒന്നാമത് കോവിഡ് മഹാമാരി പടർന്ന് പന്തലിച്ച സമയമായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തുടർന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോതിലുള്ള പ്രചരണം കോൺഗ്രസിനോ UDFിനോ നടത്താൻ കഴിഞ്ഞില്ല. സർക്കാരാണെങ്കിൽ അവരവരുടേതായിട്ടുള്ള മിഷനറി എല്ലാ രീതിയിലും പ്രചരണായുധമാക്കി മാറ്റി. കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായും ഒരു ഫ്രീബീസ് പൊളിറ്റിക്സ് ആക്കിയതാണ് വിജയിക്കാൻ കാരണം. എന്നാൽ പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും ധൂർത്തും ധിക്കാര മനോഭാവവും ഇടതുപക്ഷത്തെ പിന്നോട്ടടിച്ചിരിക്കുന്നു എന്ന വിലയിരുത്തലിലേക്ക് CPI എത്തിയിരിക്കുന്നു. എന്നാൽ CPIയെ വിമർശിച്ചുകൊണ്ട് CPIM പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എല്ലാ ഗുണങ്ങളും പറ്റാൻ ഞങ്ങളുടെ കൂടെ പറ്റിക്കൂടും, എന്നാൽ ഞങ്ങളെ വിമർശിച്ചിട്ട് നിങ്ങൾ കുറച്ച് നല്ല മാന്യന്മാരായി നടക്കാൻ വലിയ ആഗ്രഹവുമാണ്. ഇത് ഒരു കാലത്തും അനുവദിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ശിവൻകുട്ടി അടക്കമുള്ളവർ തുറന്നടിക്കുകയാണ്. ഒരു രീതിയിലും വ്യക്തിത്വമില്ലാത്തവരുടെ പാർട്ടിയായി CPI അധപ്പതിച്ചിരിക്കുന്നു എന്ന് CPMലെ പല നേതാക്കളും തുറന്നു പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. വാസ്തവത്തിൽ CPIക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. CPIക്ക് UDFിൽ പോയാൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ യാതൊരു രീതിയിലുള്ള സാധ്യതയും ഇല്ല എന്നവർക്ക് ഉറപ്പായും അറിയാം. പിന്നെ ആകെ ഉള്ള ഓപ്ഷൻ ഇടതുപക്ഷത്ത് CPMൻ്റെ ആട്ടും തുപ്പും സഹിച്ച് ആ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി തുടർന്നാൽ ജയിക്കുന്നത് 10-12 MLAമാരാണെങ്കിൽ ഒരു 3 മന്ത്രിസ്ഥാനം എങ്കിലും കിട്ടും ഇപ്പോഴത്തെ നില അനുസരിച്ച് എന്ന വിലയിരുത്തലാണ്. നിലവിൽ 4 മന്ത്രിസ്ഥാനമുണ്ടെങ്കിലും 2006 CPI കൈകാര്യം ചെയ്ത പ്രധാന വകുപ്പായിട്ടുള്ള വനം വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് മുൻ മന്ത്രിയായിരുന്ന ബിനോയ് വിശ്വം, അദ്ദേഹം നാദാപുരത്ത് MLA ആയിരുന്ന കാലഘട്ടമാണ് 2006-11 കാലഘട്ടം. അന്ന് അദ്ദേഹം VS സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. വനം, ഹൗസിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകളായിരുന്നു കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ അതെല്ലാം CPIക്ക് നഷ്ടമായിരിക്കുന്നു. അത്തരത്തിൽ CPIയുടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ വരെ ത്യജിക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നു. അതിന് കാരണമാകുന്ന മുന്നണി കീഴ്വഴക്കവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പുതിയ മുന്നണികളെ അക്കോമഡേറ്റ് ചെയ്യാൻ CPIM തയ്യാറാകുമ്പോൾ പരമ്പരാഗത പാർട്ടികൾക്ക് ആധിപത്യമില്ലാതാകുന്നു. CPIയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇടതുപക്ഷവുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും CPIM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പണി ചെയ്യേണ്ട എന്ന നിലപാടിലേക്ക് നീങ്ങുകയാണ്. അതിന് കാരണമായത് ലോക്സഭയിൽ എങ്ങനെയാണോ തേപ്പ് കിട്ടിയത് അത് 8ആയി തിരിച്ചു കൊടുക്കാൻ 2 കൽപ്പിച്ച് ബിനോയ് വിശ്വം ചില നീക്കങ്ങൾ നടത്താൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.